ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്കിന്ന് കുറച്ച് കൃഷിപ്പണിയും പച്ചക്കറിയുടെ വിത്ത് നടാം. കൃഷിപ്പണി എന്ന് പറയുമ്പോൾ പച്ചക്കറിയുടെ കുറച്ച് വിത്ത് ഇടുന്ന, പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഉണ്ടല്ലോ, ആ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ചെടികളൊക്കെ ഒന്ന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനൊക്കെ ഉണ്ട്. അപ്പം വാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിത്തുകൾ കേട്ടോ. വെണ്ട, പയർ, ക്യാപ്സിക്കം. അപ്പോൾ 2 തരത്തിലുള്ള പയറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം വിത്ത് ഇട്ട് മുളപ്പിച്ച്, അപ്പം നമുക്ക് ധാരാളം അതിൻ്റെ കായ്കളെല്ലാം കിട്ടിയായിരുന്നു. വെണ്ടയും പയറും ഒക്കെ ശരിക്ക് പിടിച്ചായിരുന്നു, നിറയെ പിടിച്ച്. വെണ്ടയും പയറും എല്ലാം 2 തരത്തിലുള്ള പയറുണ്ടായിരുന്നു. നീളമുള്ള പയറും 8 പയർ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ കുറച്ച് നീളം കുറഞ്ഞ ഒരു ചുമന്ന കളർ പയർ, അതൊക്കെയായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം വിത്ത് ഞാൻ എടുത്ത് ഉണക്കി ഇങ്ങനെ വെച്ചിരുന്നു. അപ്പം നമുക്ക് ഇപ്പോഴാണ് അത് ഇടാൻ സമയം കിട്ടിയത്. ഞാൻ വിചാരിച്ചു അതങ്ങ് ഇട്ടേക്കാവുന്ന. അങ്ങനെ അത് വെള്ളമൊക്കെ നനച്ച് മണ്ണൊക്കെ കിളച്ച് മറിച്ച്. ഇപ്പം ഹസ്ബൻഡാണ് കേട്ടോ ഇടുന്നത്, അണ്ണനാണ് ഇടുന്നത്. അപ്പോൾ അതാണ്ട് 2 തരത്തിലുള്ള പയർ ആദ്യം ഫസ്റ്റിലെ ഇട്ടത് ഒരു സെക്ഷൻ ഇട്ടു. അതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത സെക്ഷൻ, അടുത്ത ആ ട്രേയിൽ തന്നെയാണ് നമ്മൾ മൂന്നിനം വിത്തുകളും ഇടുന്നത്. ഫസ്റ്റ് ഒരു സൈസ് പയറിടും, പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വേറൊരു ടൈപ്പ് പയറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നല്ല നീളമുള്ള പയർ, അതിൻ്റെ വിത്തും എടുത്ത് വെച്ചിരുന്ന്. അപ്പോൾ ആ പയറിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെ നമ്മൾ വെണ്ടയുടെ അരിയുണ്ട്. വെണ്ടയാണെങ്കിൽ നല്ല നല്ല കായ് കിട്ടി വെണ്ടയ്ക്ക്. അപ്പോൾ ആ വെണ്ടയുടെ അരിയും അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ ഇടുന്നുണ്ട്. ഒരു ട്രേക്കകത്താകുമ്പോൾ നമുക്ക് വെള്ളം നനച്ചൊക്കെ കൊടുക്കാം, ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ അതും ഇടുന്നുണ്ട്. അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് നല്ല തണലത്തെന്ന് വെച്ചാൽ അധികം വെയിലടിക്കാത്ത സ്ഥലത്ത് വേണം ഇത് കൊണ്ടുവന്ന് വെക്കാൻ. തോനെ വെയിലൊക്കെ ആയി കഴിഞ്ഞ് മുറ്റത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പൊക്കെ തിന്നും, പിന്നെ അതങ്ങ് പൊടിഞ്ഞൊക്കെ പോകും. അത് നമുക്ക് അതിൻ്റെ ഫലം കിട്ടത്തില്ല, മുളച്ച് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ കുറച്ച് തണലത്ത് വെക്കണം. കുറച്ച് ക്യാപ്സിക്കത്തിൻ്റെ അരിയും കൂടെ ഉണ്ട്, അത് വേറെ ഇടണം. ഇതിൻ്റെ കൂടെ ഇടണ്ട, അപ്പോൾ അത് വേറെ ഇടാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിത്തുകൾ. പയർ, വെണ്ട, പിന്നെന്താട്ടെ 2 തരം പയറും വെണ്ടയും, പിന്നെ ഇനി ക്യാപ്സിക്കം നമ്മളങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. ക്യാപ്സിക്കത്തിൻ്റെ ഇടുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ക്യാപ്സിക്കം ഇടുന്നത്. നമുക്കങ്ങനെ പിടിച്ചിട്ടുമില്ല, നമ്മളങ്ങനെ ഇട്ടിട്ടുമില്ല കേട്ടോ. അപ്പം നമുക്ക് എത്ര ദിവസം എടുക്കും വിത്ത് മുളയ്ക്കാനും ചോദിച്ചു നോക്കാവേ. 2-3 ദിവസത്തിനുള്ളിൽ മുളച്ച് വരും. ക്യാപ്സിക്കത്തിൻ്റെ അരി, ക്യാപ്സിക്കം പച്ച കളറാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു പച്ചയാണ്, മുളകല്ല, ക്യാപ്സിക്കത്തിൻ്റെ അരിയാണ്. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ അരിയും ഇട്ട്, അപ്പം നമ്മൾ ഈ വിത്തൊക്കെ മുളച്ച് വരുമ്പോൾ നിങ്ങളെ വീണ്ടും ഈ മുളയ്ക്കുന്നതെല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ക്യാപ്സിക്കം ഇടുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതെല്ലാം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്കിനി ചെടി നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇത് നമ്മൾ ചെടിക്കിടുന്ന വളം ഇല്ലയോ, വളമാണ്. ഇതെങ്ങനെ ഇച്ചിരിച്ച ഇടും ഇല്ലയോ, ഇച്ചിരിച്ചല്ലേ ഇടുന്നത്? ഇത് നമ്മൾ ഇച്ചിരിച്ച ചെടിയുടെ മൂട്ടിൽ മണ്ണ് മാന്തിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളം ഇട്ട് കൊടുക്കാം. പൂ പിടിക്കും. അതിനകത്ത് കാണിച്ചിരിക്കുന്നത് നിറയെ പൂ പിടിക്കും എന്നൊക്കെയാണ്. നമുക്ക് ഇട്ട് നോക്കാം പൂ പിടിക്കുമോ ഇല്ലയോ എന്നൊക്കെ. നേരത്തെ കുറച്ച് ഇട്ടിട്ടുണ്ട്, ഇട്ട് പൊട്ടിച്ചതാണ്, ഇച്ചിരിയൊക്കെ പിടിച്ചിട്ടുള്ളൂ. നമുക്കിനി ഒന്ന് ഇട്ട് നോക്കാം നല്ലതുപോലെ. വളമിട്ടിട്ട് മണ്ണ് നീക്കിയിട്ട് കൊടുക്കണം. ഈ പൂവാണ് കേട്ടോ. ചെടിയുടെ 4 വശവും കിളച്ച് ഇട്ട് വേണം വളമിട്ട് കൊടുക്കാൻ. 4 വശവും കിളച്ചിട്ട് വളമിട്ട് കൊടുക്കണം. അപ്പോൾ ആ വളവിടൽ പ്രക്രിയ അവിടെ നടക്കട്ടെ. നമുക്കിനി കുറച്ച് ചെടികളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്ന ചെടിയെന്ന് വെച്ചാൽ 3 തരത്തിലുള്ള പൂ പിടിക്കുന്ന ചെടിയാണ്. ഇതിൻ്റെ അടിയിൽ നമ്മൾ നേരത്തെ കുറച്ച് വളം ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ
ചാണകപ്പൊടി ഉണ്ടല്ലോ, ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ അതുപോലെ മുട്ടത്തോട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൈവളമായിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ഇപ്പോഴാണ് ഈ പൂ പിടിക്കുന്നത് ഇച്ചിരി കുറഞ്ഞ് വന്നപ്പം നഴ്സറിയിൽ പോയി നമ്മളിങ്ങനെ ഈ വളം മേടിച്ച്, അപ്പോൾ അവർ തന്ന വളം ഇത് നിറയെ പൂ പിടിക്കുമെന്ന് പറഞ്ഞ് കുറച്ച് ചട്ടിയുടെ മണ്ണ് മാറ്റിയിട്ട്, ചട്ടിയുടെ അരുവത്തിൽ മണ്ണ് മാറ്റിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇട്ട് നോക്കാം പൂ പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് വാങ്ങാമല്ലോ. അങ്ങനെ നമ്മളൊന്ന് പരീക്ഷണം ചെയ്ത് നോക്കാം. ആദ്യം ഇച്ചിരി ഇട്ട് കൊടുത്തപ്പോൾ അധികം ഒന്നും പിടിച്ചില്ല. അതുകൊണ്ട് ഇത്തിരി തോനെ വളം ഇട്ട് കൊടുത്ത് നോക്കാമെന്ന് വെച്ച്. അപ്പോൾ അങ്ങനെയാണ് വീണ്ടും പരീക്ഷിക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇത് കുറച്ച് മരമാവും അങ്ങ്. മരമായി കഴിയുമ്പോൾ നിറയെ ഇതിനകത്തങ്ങ് പൂ പിടിക്കും. അപ്പോൾ ഇത് കുറച്ച് വലുതായി കഴിയുമ്പോൾ നമ്മൾ ചട്ടി നിറക്കി താഴെ ഇങ്ങനെ വെക്കണം കേട്ടോ. ഇത് പിന്നെ നമ്മൾ ഈ ബൊക്കയിലൊക്കെ വെക്കുന്ന ടൈപ്പ് ഒരു ചെടി. ഇതൊക്കെ ഞാൻ ഈ ചെടികളുടെ എല്ലാം ഫുള്ള് കംപ്ലീറ്റ് ഒരു വീഡിയോ ചെയ്ത് ഞാൻ ഇതിനകത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കണ്ടു നോക്കുക കൂട്ടുകാരെ. ഈ ചെടി നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ കടലാസ് ചെടി, ബൊഗെയിൻവില്ല എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പല തരത്തിലുള്ള കളറുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഒരു 3-4-5 കളറുണ്ട്. അപ്പോൾ ഒന്നോ രണ്ടോ അതിനകത്ത് ഇങ്ങനെ പൂ പിടിച്ച് വന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇനി പൂ പിടിക്കാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന നമ്മുടെ റോസ, പിന്നെന്താണ് വാടാമല്ലി, ജമന്തി, പിന്നെന്താണ് വെള്ളപ്പൂ പിടിക്കുന്ന കുറച്ച് ചെടികൾ, അങ്ങനെ കുറച്ച് ചെടികളുണ്ട്. പിന്നെ ഈ കാണുന്ന റോസയെന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച റോസയാണ്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ഫസ്റ്റ് ഇത് മേടിച്ചത്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ്. പക്ഷേ ഇപ്പോഴും അതിനകത്ത് പൂ പിടിക്കുന്നുണ്ട്. ചിലർ പറയും പൂ പിടിക്കുന്നില്ല മേടിക്കുന്ന റോസയിലെന്ന്. വളം ചെയ്താൽ നല്ല പൂ പിടിക്കും. പിന്നെ ഇപ്പം നേരത്തെ കാണിച്ച ആ കുഞ്ഞു ചെടി, അത് നമ്മൾ വെള്ള പൂ പിടിക്കുന്നൊരു ചെടി, അത് പൈപ്പൊക്കെ കെട്ടി കൊടുക്കണം. പിന്നെ നമുക്കൊരു പ്ലാവുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഹാങ് ചെയ്തിടുന്ന കുറച്ച് ചെടികൾ. ഇതിൻ്റെ എല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണേണ്ട കൂട്ടുകാർക്കെല്ലാം മറക്കാതെ കയറി കാണാം. മണി പ്ലാന്റ് തൂണിനകത്തോട്ട് ഇങ്ങനെ പിടിപ്പിച്ച് വരുന്നുണ്ട്. ഇത് നമ്മുടെ പൂജാമുറിയുടെ ഫ്രണ്ട് വശത്ത് ഞാനിങ്ങനെ ചെടി വെച്ചിട്ടുണ്ട്. നിറയെ പൂത്തുലഞ്ഞ് കിടപ്പുണ്ട് ആ ചെടി. നല്ല ഭംഗിയുള്ള ചെടിയായിരുന്നു. കാണാനൊക്കെ പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെന്താ, വീടിൻ്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. ഫ്രണ്ട് വശത്ത് ഇങ്ങനെ തിട്ട പോലെ കെട്ടിയിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് മണ്ണിട്ട് അതിൻ്റെ അകത്ത് ആ മണ്ണിട്ട സ്ഥലത്തും വെച്ചിട്ടുണ്ട് ചെടി. പിന്നെ ആ തിട്ടപ്പുറത്ത് ഇങ്ങനെ ചെടിച്ചട്ടി നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിറഞ്ഞ് നിൽക്കും. അത്രയും ഭാഗം അങ്ങ് കവർ ചെയ്ത് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇതൊരു ഇലച്ചെടിയാണ് കേട്ടോ. ഇതും കൊണ്ടുവച്ചിട്ട് 1 വർഷം ആയതേ ഉള്ളൂ. പക്ഷെ നിറയെ ഇല ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല വിശറി പോലുള്ള ഇല ഇങ്ങനെ വന്നിരിപ്പുണ്ട്. ഇതൊക്കെ പിന്നെ നമ്മൾ നോർമലായിട്ട് മിക്കവാറുമുള്ള വീടുകളിൽ കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഇതൊക്കെ. ഇലച്ചെടികൾ കുറേ ഉണ്ട്. ഇത് കുഞ്ഞൊരു ചെണ്ട് കൊണ്ട് വെച്ചതാണ് ഈ ചട്ടി നിറയെ ഇപ്പം ചെണ്ടായിട്ട് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ നിത്യകല്യാണിയുടെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു റോസ് കളർ പൂ പിടിക്കുന്ന, ഇതൊക്കെ എല്ലായിടത്തും കാണുന്ന ഒരു ചെടി തന്നെ. ചട്ടി അങ്ങ് നിറയെ ഇതൊക്കെയാണ്. ഒരു കുഞ്ഞ് തണ്ട് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി, ഇതൊക്കെ ഇങ്ങനെ നിറയാവും. അതുപോലെ സ്നേക്ക് പ്ലാന്റ്, ഈ ചെടിയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. റോസ് പൂ പിടിക്കും എന്ന് വെച്ചാൽ അധികം പൊക്കം വരത്തില്ല. നല്ല ഭംഗിയിൽ ഇങ്ങനെ പടർന്ന് പൂ ഇങ്ങനെ പന്തലിച്ച് കിടക്കും. പിന്നെ ഈ കാണുന്നതൊക്കെ ഇലച്ചെടികളാണ്. ചട്ടിക്കകത്ത് കുറേ ഇലച്ചെടികൾ വെച്ചിട്ടുണ്ട്. നമ്മൾ സിറ്റ് ഔട്ടിൽ കയറുന്ന 2 വശത്തായിട്ട് 4 ചട്ടികളിലായിട്ട് വീതം കുറേ ഇലച്ചെടികൾ. സിറ്റ് ഔട്ടിൽ കുറച്ച് സ്നേക്ക് പ്ലാന്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ ഒരു എൻട്രി വരുന്ന ഒരു ഭാഗത്തൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കുറേ ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഗേറ്റിൻ്റെ സൈഡിൽ നമ്മൾ കുറച്ച് കടലാസ് ചെടി കൊണ്ടുവച്ചിട്ടുണ്ട്. അതായത് ബൊഗെയിൻവില്ല. അത് പടർന്ന് പന്തലിക്കുമ്പോൾ നമുക്ക് ഗേറ്റിൽ കമ്പി വളച്ച് ഇങ്ങനെ പന്തൽ പോലെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ സൈഡിൽ കുറച്ച് സൈഡിലായിട്ട് കുറച്ച് തിട്ട ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ചട്ടിക്കകത്ത് കുറച്ച് ഇലച്ചെടികൾ, പിന്നെ അദേനിയം, അങ്ങനെയുള്ള മുല്ല, അങ്ങനെയുള്ള ചെടികളൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് വെച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് കുറേ ജമന്തിയുടെ തൈകളുണ്ടായിരുന്നു. അപ്പോൾ ആ തൈകളെല്ലാം പിഴുതുകൊണ്ട് വന്ന് ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അതായത് ആ കാണുന്ന അത്രയും സ്ഥലത്ത് കുറച്ച് മരങ്ങൾ നിൽപ്പുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ആ മരമെല്ലാം മുറിച്ച് മാറ്റി. അപ്പോൾ ആ ഭാഗത്ത് ഇത്രയും ചെടി വെക്കാമെന്ന് പറഞ്ഞ് കണ്ടോ, ആ മരം മുറിച്ചതിൻ്റെ കുറ്റി അവിടെയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അത്രയും ഭാഗത്ത് ജമന്തി വെക്കുമ്പോൾ അത് നല്ല പൂ പിടിച്ച് വരുമല്ലോ. മഞ്ഞയും ചുവപ്പും കളറിലെ ജമന്തിയാണ്. അപ്പോൾ നല്ല ഭംഗിയാണ്, അത്രയും ഒരുമിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.